എനിക്ക് വേണം. ആരെ? അവളെ. ഇപ്പൊ സമയത്രേ? ഒരു 8:30 കാണും. അന്നാ നീ ബസ് സ്റ്റാൻഡിലേക്ക് വിട്, അവിടെ വാസന്തി ചേച്ചി ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് നിന്റെ സങ്കടവും വിഷമം ഇറക്കി വെച്ചിട്ട് നീ നാളെ രാവിലെ വന്നാ മതി. അതല്ല പറഞ്ഞത്, എനിക്ക് എന്റെ ഫസിമോളെ കാണണം. ആണോ? അവളെ ഹോസ്റ്റലിലല്ലോടാ? ആണ്. അവിടെ പോയി കണ്ടാ കുഴപ്പം? ഇപ്പോഴോ? അന്നാ വീടാളിയ വണ്ടി ഹോസ്റ്റലിലോട്ട്. അത് മതിയല്ലേ, നീ മുട്ട നിർത്തറ വണ്ടി. എന്ത് വേണം? കൽബ് വേണം. കൽബ? മനസ്സിലായില്ല? എന്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരി. ആ പാട്ടുകാരിയെ കാണാവുന്നതാണ് ഈ പാട്ടുകാരൻ. പാട്ടുകാരും ഡാൻസുകാരും ഒന്നും ഇവിടെ ഇല്ല, ഒന്ന് പോയാവുന്നേ. പോവാനാ? എന്റെ പെണ്ണ് ഇവിടെയാണ് താമസിക്കുന്നത്. പേര് ഫസിയ. അവളെ കാണാനാണ് ഞാൻ വന്നത്. എനിക്ക് അവളെ കാണണം. മോളെ ഫസിയ, നിന്റെ ഇക്കാക്ക വന്നടി. ഞാനും ഉണ്ടടി. വാടി, നമുക്ക് കുളിച്ചോടാടി. ഞാനും വരാടാ. നിന്റെ തടിയും വെച്ചോണ്ട് എന്നത്താനാണ് ഒറ്റയ്ക്ക് പോയി. ചേട്ടൻ വരുന്ന എന്റെ കൂടെ നമുക്ക് കുളിച്ചോളാം. എന്നെ ഇഷ്ടായില്ല. കണ്ടടാ കണ്ടടാ, നിലാവുദിച്ച് നിക്കണ പോലെ നിക്കണ കണ്ടടാ. പേറ്റത്തള്ളതായിക്കില്ല. എന്താണ് നോക്കിക്കണത്? എന്റെ പെണ്ണെ വിളിച്ചിട്ടാണോ? രണ്ടുപേരും മര്യാദക്ക് ഇവിടുന്ന് പോയിക്കാം, അല്ലെങ്കിൽ കൈയും കാലും ഞാൻ തല്ലി കണ്ടിക്കും. ഇത്രയും നേരം വളരെ ഡീസന്റ് ആയിട്ട് ഞാൻ ഈ കോയിലും തൂക്കിട്ട് നടന്നാ പോരാ. തെറി പറയല്ലേ, ബീപ്പ് അടിക്കും. പറയണ്ടേ? ഈ പെണ്ണുങ്ങളെ കാക്കണ കാവക്കാരാ വിളിച്ചിട്ടാണ് എന്റെ പെണ്ണ്. അവളെനിക്ക് വേണ്ട. തന്നോട് ആര് പറഞ്ഞു ഹോസ്റ്റലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ? അത് ഞാൻ എന്റെ ഇഷ്ടം. എടോ, എനിക്ക് തന്നോട് ഇഷ്ടം തോന്നണ്ട. എന്താ തോന്നാത്തേ? ഫസിയ, നിനക്കറിയോ, നീ ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളു കുടിച്ചു, സിഗരറ്റ് വലിച്ചു, പെണ്ണ് പിടിച്ചു. ഇല്ലേ, പെണ്ണ് പിടിച്ചില്ല. ഫസിയ, സെക്യൂരിറ്റി തല്ലിയപ്പോൾ ഇവൻ ഫസിയ ഫസിയ എന്ന് വിളിച്ച് കരയുകയായിരുന്നു. തല്ലുകൊണ്ടിൽ എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാം എന്റെ ഫസീമോക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷമുള്ളൂ. ഇനി താൻ എന്റെ പിന്നാലെ പഞ്ചാര ഒൽപ്പിച്ച് വന്നോണ്ടല്ലോ. ശരി, ഇനി ഞാൻ വരുന്നില്ല. പക്ഷെ എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഫസിയ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇന്നലെ നിങ്ങളുണ്ടാക്കിയ പ്രശ്നം കൊണ്ടേ ഫസിക്ക് ഹോസ്റ്റൽ വിടേണ്ടി വന്നു. രാത്രി പപ്പയും അശ്വിനും കൂടിയാ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. ആക്ച്വലി അശ്വിൻ തന്റെ ആരാ? ഒരു ഫാമിലി ഫ്രണ്ടാ. ഫസീമോൾ ആലോചിക്കാന്ന് വരെ എത്തി. കണ്ടോളയാ ഈ ബാൻഡേജിന്റെ ഒരു ഗുണം. അയച്ചാ പണി കിട്ടും. കെട്ട്, അവളിപ്പ വരും. കുടിക്ക്. ഇതിലും ഭേദം പട്ടിണി കിടക്കുന്നതാ. പട്ടിണി കിടക്കണോ വേണ്ടോന്നൊക്കെ നമുക്ക് ആലോചിക്കാം. ദേ വേഗം ഈ തേങ്ങ മുഴുവൻ പൊതിച്ചു. ആ കൊളസ്ട്രോളൊക്കെ ഒന്ന് ഇളകട്ടെ. പൊതിക്കും ഞാൻ, ഈ തേങ്ങ എല്ലാം പൊതിക്കും ഞാൻ. ഒന്ന് വേഗാട്ടെ, ടാങ്കിൽ വെള്ളമില്ല, കോരണ്ടി വരും. തേങ്ങയും പൊതിച്ച് വെള്ളവും കോരി. കണ്ടിട്ട് ഇവിടുത്തെ പണിക്കാരനാന്ന് തോന്നുന്നു. വലിയ വീട്ടിലെ പെൺപിള്ളേരെ വളയ്ക്കാനുള്ള എപ്പോഴും പണിക്കാരാ. ഞാൻ സിനിമയിലെ കണ്ടിട്ടുണ്ടോ? ഞാനും. ആണോ? അപ്പൊ ഒരേ പടം ആയിരിക്കും. ഒന്ന് മുട്ട് നോക്കിയാലോ? നീ ശൂശു വിളിക്കണ്ട, അയാൾ പറഞ്ഞു. ഞാൻ വിളിക്കാം. എന്താ ചേട്ടൻ ഈ വീട്ടിലെ പണിക്കാരനാണല്ലേ? അകമടിയും പുറമടിയായിട്ടുള്ള മെയിൻ ആള്. ഞാൻ തന്നെ മെയിൻ. ചേട്ടൻ ഈ വീട്ടുകാരൊക്കെ നല്ല ബന്ധമായിരിക്കില്ലേ? സാറുമാർ കാര്യം പറഞ്ഞാട്ടെ. ചേട്ടാ, ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? ഈ വീട്ടില് പെങ്കൊച്ചില്ലേ? ഇവിടെ ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. അതല്ല, ഈ വീട്ടില് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ഒരു ഫസിയ. ചേട്ടാ, ഇവൻ അവളെ ഭയങ്കര ഇഷ്ടാ. ചേട്ടൻ മുൻകൈയെടുത്തൊക്കെ റെഡിയാക്കി കൊടുക്കണം. ചേട്ടൻ ഇവൻ വേണ്ട രീതിയിൽ കണ്ടോളൂ. അല്ല, അവക്ക് ഇവൻ ഇഷ്ടമാണോ? ഇല്ല, വൺ വേ ആ. ചേട്ടൻ വിചാരിച്ച ടൂ വേ ആക്കാം. ഈ വീട്ടിലെ തോമസ് കുരുവിളെ പറ്റി കേട്ടിട്ടുണ്ടോ? മുതലാളി ഒരു സംഭവമാണ്.
ആണോ? ഈ വീട്ടിലുള്ളവരെ വിറപ്പിച്ച് നിർത്തുന്ന ഭയങ്കര ഭയങ്കര കണ്ണിച്ചോറയില്ലാത്തവൻ. ചോറ് 2 തുള്ളി അയച്ചു കൊടുത്തോളാം പോരെ. ചേട്ടന് ഇവൻ വേണ്ട രീതിയിൽ കണ്ടോളൂ. എനിക്കെന്ത് ഗുണം? ഓ ചേട്ടനെ കണ്ടറിയാൻ നല്ല അടിയുടെ ആളാന്ന്. അതെ. ദിവസം ഒരു ക്വാർട്ടറൊക്കെ മേടിച്ചു തരും. കോട്ടനത്തിന് മൂക്കിലൊഴിക്കാൻ എനിക്ക് 1 ലിറ്ററെങ്കിലും ഓ വേണം. 1 ലിറ്ററോ? ഓക്കെ. അതിരിക്കട്ടെ, ഇവിടുത്തെ മുതലാളിയുടെ മകൾ ആനിനെ ആരെങ്കിലും വളയ്ക്കുന്നുണ്ടോ? പിന്നെ ഒരുത്തൻ നോക്കുന്നുണ്ട്, പ്രോസസിംഗ് സ്റ്റേജില. അവിടെയും ചേട്ടന്റെ ഹെൽപ്പ് വേണ്ടി വരും. എന്റെ പിന്നെ ദേ, ഇങ്ങട് ഒരു ഫുള്ള് ഞാൻ മേടിച്ചോണ്ട് പോരെ. എന്നാ ഞങ്ങളോട് ഓക്കെ. ഫുള്ളായിട്ട് വരാം. എന്റെ പൊന്നോ ഞാൻ മറക്കല്ലട്ടോ, ഗേറ്റ് പൊളിക്കല്ലേ പോ. നീ പോടാ അവിടെ. ഞാൻ പറഞ്ഞില്ലേ ഈ ചേട്ടനെ കണ്ട കാര്യം ചേട്ടാ മറക്കല്ലേട്ടാ. പോട്ടെ. ദാ, ഇവന്റെ ലൈൻ ഏകദേശം റെഡി ആവും ഇല്ലേ? ഇനി ആ ലൈനിൽ കൂടെ നിനക്ക് 11 KV വലിക്കാലോ. എടാ ഈ പ്രേമം എന്ന് പറയുന്നത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന സാധനമല്ല. എന്നെ പോലെ തുറന്നു പറയണം, എങ്കിലും വർക്കൗട്ട് ആവുള്ളൂ. ഇതും ആയില്ല കുന്നിലപ്പൻ. ഭീകര ഡിസ്കഷൻ ആണല്ലോ, വല്ല നടക്കുവോ? അവൻ നമുക്കിട്ടൊന്ന് ചൊറിഞ്ഞാണല്ലോടാ ഇത്. അവനൊരു ഒത്ത പൂവൻകോഴിയാ. അളയാ ആ പൂവിനെ നമുക്കൊന്ന് പൊളിച്ചാലോ? ദാ, ഒരു ഉപദേശം തരാം ഫ്രീ ആയിട്ട്. എന്തുപദേശം? പറഞ്ഞു കൊടുക്കളിയാ. ഈ തവള പിടുത്തല്ല ക്രിക്കറ്റ് കളി. ഓ, പർപ്പസ്ഫുള്ളി ഉടക്കാനുള്ള പരിപാടിയാണല്ലേ? അതടാ നീ എന്ത് ചെയ്യും? പറയണതേണ്ടി നീ എന്ത് ചെയ്യും? ഇവന്റെ വിക്കറ്റ് മോൾ അടിച്ച് തകർക്കളിയാ. അടിക്കണം, അടിക്ക്, അടിക്കണം. അടിക്കാം അടിക്കണം, എടാ കുലുക്കാണ്ട് അടിക്കണം അവനെ. അടിക്കണം, എടാ എടാ മുട്ടല്ലേ ഏട്ടാ. അടിക്കണം. അടിക്ക്, നീ അടിക്കണം. ഏയ് വിട് വിട് വിട്. ഏയ് ഡീസന്റ് ആവ് ഡീസന്റ് ആവ്. ഏയ് ഡീസന്റ് ആവ്. ഏയ് വിട് വിട്. ഡീസന്റ് ആവ് ഡീസന്റ് ആവ്. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുന്നു. മാറിക്ക്. ഒന്നുമില്ല. തോൽത്ത് കൈയിടടാ. അവന്റെ കെട്ടി പിടിക്ക്. ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ സമയമില്ല. സമയമാകുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. സമീറെ, ശരിക്കും എന്താ പ്രോബ്ലം? സത്യം പറ. ഡാ, ഞങ്ങൾക്ക് നിന്നെ പറ്റി ഒരു കംപ്ലൈന്റ് കിട്ടി. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആനെ നീ ശല്യപ്പെടുത്തുന്നു. അവൾ അങ്ങനെ പറഞ്ഞു? പിന്നെ പറയാതെ. സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഓഹോ, സംഗതി പിടികിട്ടി. അപ്പൊ അതാണ് കാര്യം. നടക്കട്ടെ നടക്കട്ടെ. ആരാ ആള്? ഡെന്നിസ്. ആരോടും പറഞ്ഞേക്കല്ലോ കേട്ടാ. ഏ, സാം നിന്നെ ചുമ്മാതെ തമാശക്കല്ലേ. കോളറെ പിടിച്ചില്ലല്ലോ, ഇടിച്ചൊന്നുമില്ലല്ലോ. ഞാൻ ആരടുത്തും പറയില്ല. ഡെന്നിസിനോട് പറഞ്ഞേരേ ഞാൻ അവന്റെ വില്ലനല്ലാന്ന്. ഛേ, അത് നമുക്ക് പിന്നെ അറിയാൻ പാടില്ല. നീ വെറുതെ തൊപ്പിയൊക്കെ വെച്ച് ഒരു കാര്യമില്ലാണ്ട് വെറുതെ കിടല്ലേ. അവൻ പാവാടാ. ഫണ്ണി പാവാടയല്ല, ബ്ലൗസ്. ഇവിടെ വാങ്ങണം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലബാറിന്റെ തനത് വിഭവമായ അപ്പമാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൽത്തപ്പം എന്നും പറയാറുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ചാനലൊന്നും മറ്റേ എണീറ്റ് പോടാ. എപ്പൊ നോക്കിയാലും തീറ്റയും കുക്കറി ഷോയും. നിനക്ക് ഫാഷൻ ടി വി കാണാനല്ലേ? നടക്കൂലേ മോനെ. നീ പോയിട്ടേ ആ മുത്തുച്ചിപ്പി ഇതായിരിക്കുന്ന ഫയറൊക്കെ ഇല്ലേ, അതൊക്കെ വായിച്ചു പഠിച്ചായിട്ടാ. എണീറ്റ് പോടാ. ഇത് ഇവളുടെ പരിപാടിയായിരുന്നോ? ഇവിടെ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പം ഉണ്ടാക്കടാ. തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, എള്ള് ഇതാദ്യം ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഇളക്കുക. എന്തെന്നാടത്? അടുത്തതായി പാവംകുട്ടിയാ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് അതെ, ശർക്കര ഒരുത്തനതാ പാനിയൊഴിച്ച് ഒരു പണക്കാരിയാണ് മണപ്പിച്ചു കിടക്കുന്നുണ്ട്. മറ്റവൻ ആന്റെ പിന്നാലെ. ഇനി ആനയെ പോലെ ഇരിക്കുന്ന നീ ഇവളെ കൂടി നോക്കി എല്ലാം തികഞ്ഞു. നീ പോടാ. അതിനുശേഷം ഫ്രൈയിങ് പാൻ നന്നായി വെളിച്ചെണ്ണ പുരട്ടി നീ തൂറിച്ചാവടാ. തയ്യാറാക്കി പാത്രത്തിനകത്തേക്ക് ഒഴിക്കുക. ഇതാ രുചിയേറിയ അപ്പം റെഡിയായി കഴിഞ്ഞു. എന്താടാ നിന്നെ ഷംനാഥല്ലേ? എന്നാ അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർത്തിട്ടേ കാര്യമുള്ളൂ. വാളിയ ഇന്ന് അവളെ അടിച്ച് നാശിപ്പിക്കാം. വാ ഷനോദ്,
ഞാൻ ആ വൃത്തിയായിട്ട് അവൾക്കിട്ട് 2 പൊട്ടിക്കാൻ പോവാ. നിന്റെ ഭാഗത്തേറ്റൊന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ. അവൻ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. ഛേ, ഇങ്ങനെ വൃത്തികെട്ടൊരു തടിയെ. വണ്ണം ഉണ്ടെന്നേ ഉള്ളൂ, പാവ. അതെ, സാമും ഫ്രണ്ട്സും അറിഞ്ഞ എന്തായിരിക്കും സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? നീ അതൊന്നും കാര്യാക്കണ്ട. എടാ, ദേ നിൽക്കുന്നവള്. വാ പോ, നിങ്ങൾ പൊക്കോ. നീ ഇങ്ങോട്ട് വാ. അങ്ങനെ വിട്ട വാ ഇങ്ങോട്ട്. ചോദിക്ക്. ഡേയ്, നീ എന്തിനാ ഷാനവാസിനെ തല്ലിയത്? ആദ്യം നീ പോയി അവനോട് എന്താ പറഞ്ഞേന്ന് ചോദിക്ക്. പറഞ്ഞ എന്ത് തന്നെയാലും നീ അടിക്കോ? എന്നോട് അനാവശ്യം പറഞ്ഞാൽ ഞാൻ അടിക്കും, ചെരുപ്പൂരി അടിക്കും. എന്നാ ഞാൻ ചോദിക്കുന്നു, എന്നെ തല്ലടി. നീ ചോദിച്ചു നോക്കടാ. ഷംന പാചകറാണി, നീ ഫുഡ് വെച്ച പട്ടി ഇതിനോട്. ഷംന, നീ മര്യാദയ്ക്ക് അവനോട് പോയി സോറി പറ. നീ പോയി നിന്റെ പണി നോക്ക്. ഇപ്പൊ നീ പോയിക്കോ. ഇനി മേലെ ഒരു ആണിന്റെ മേലെ നിന്റെ കൈ പൊന്തിയ. സാമൻ, സത്യത്തിൽ അവൻ അവളോട് എന്താ ചോദിച്ചത്? അപ്പം തരൂന്ന്. അപ്പം തരും. അപ്പം ചോദിച്ചാ കൊടുക്കുമല്ലേ വേണ്ടത്? അയ്യേ, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ കിട്ടാറുണ്ടല്ലോ. അളയാ, ഇതോടെ അശ്വിനായിട്ടുള്ള എല്ലാ പ്രശ്നം അവസാനിച്ചു. നീ ഓക്കെ അല്ലേ? എടാ നീയോ? നീ ഓക്കെ അല്ലേ? പീഡിയലിയാ ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. ദാടിയാ, നീ ഓക്കെ അല്ലേ? നീ ഓറാട്ടെ, നീ അടിക്കണ്ട. എന്നാലും ഇത്രയും നേരം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. ഞാൻ കൃത്യം 7 മണിക്ക് തന്നെ ഇവിടെ എത്തി. നീ എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഈ പോത്ത് തീറ്റയും കൂടിയും കഴിഞ്ഞ് ആമ്പ കിട്ടിട്ട് വരണ്ടേ? പിന്നെ ആ ഷംനയുടെ തല്ല് കിട്ടിയതിന്റെ സെന്റിമെന്റ്സോ പ്രതികാരം ചെയ്യുന്നൊക്കെയാ പറയണേ അല്ലടാ? ആരോട്? ഷംനയോടോ? നീ ഒരുത്തിനെ പിന്നാലെ മണപ്പിച്ചോണ്ട് നടക്കണല്ലോ, ഒരു കൂതറ. ആണിനെ കുറിച്ച് നിനക്കെന്തറിയാം? എനിക്കറിയാം അവളെ കുറിച്ചെല്ലാം. നിനക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാലേ. വെള്ളം അടിച്ചിട്ട് വെറുതെ ഇവിടെ കിടന്ന് അലമുണ്ടാക്കാൻ. നീ വെറുതെ ടൈം കളയല്ല അളിയ. ഇവൻ ഇടക്ക് അവൾക്ക് എത്ര ലൈൻ ഉണ്ടെന്ന് ആര് കണ്ട്? സത്യം പറയട്ടെ, അവളൊരു പോക്ക് കേസാ. നീ എന്നെ തല്ലിയില്ലേ? എനിക്കുള്ള പണിയാ ചെയ്യണ്ടാ. എന്തുവാടേ കാണിച്ചേ? വെറുതെ മേനക്കെടുത്ത് ഒറ്റയ്ക്ക് എന്താ ഇങ്ങോട്ട് നാടാ? നിനക്കുള്ള പണിയാ ചെയ്യണ്ടാ. ഇതെങ്ങോട്ടോ? ഇവന് നിന്നെ ഇഷ്ട. ഇവൻ വെറുതെ ചുമ്മാ. വെറുതെ ഒന്നല്ല, അവന് നിന്നെ ഇഷ്ട.
ഒരു വലിയ മഴ കഴിഞ്ഞു. പനി വരോ ആവോ. എന്നെ തല്ലല്ലോ പ്ലീസ്, പ്ലീസ് എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. Da da